Hi everyone. Once again, welcome back to Educator Learning. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ നീറ്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. നല്ല കോൺഫിഡൻസോടിരിക്കുക, നല്ല പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഈ നെഗറ്റീവ് ചിന്താഗതികൾ, നെഗറ്റീവ് തോട്ട്സ് നമ്മളെ നശിപ്പിക്കുന്ന. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. പിന്നെ ചിലര് ഇങ്ങനെ പറയാറുണ്ട്, അയ്യോ ഞാൻ അത്രയും പഠിച്ചുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പഠിച്ചില്ല. അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഞാൻ എന്തൊക്കെയോ പഠിച്ചു, ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയും. നമ്മൾക്ക് ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ചിന്ത കൊണ്ടുപോവുക. ഞാൻ ഇത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പഠിക്കുക. നമ്മുടെ മെന്റാലിറ്റി, അതായത് പലരും ചോദിക്കാറുണ്ട് ഈ സക്സസിന്റെ ഡെഫിനിഷൻ എന്താ പറയുന്നത്. ഇപ്പൊ ഇലോൺ മസ്ക് ആയാലേ ഒരു മനുഷ്യൻ സക്സസ് ആവും, അങ്ങനെയൊന്നും ഇല്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ്, പക്ഷെ ഞാൻ എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്ത ഒരാളാണ്. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. അപ്പൊ ആ ഗവൺമെന്റ് കോളേജിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന കുറെ നല്ല പ്രൊഫസേഴ്സ്, അവരെ സോപ്പിടാൻ പറയുന്നതല്ല, കുറെ നല്ല ടീച്ചേഴ്സ്, അവരുടെ എക്സ്പീരിയൻസുകൾ, ഇതിനേക്കാളൊക്കെ ഉപരി എൻട്രൻസ് എഴുതി അത്യാവശ്യം റാങ്ക് ഉള്ളവരാണ് കൂടെ പഠിച്ചത്. അപ്പൊ നല്ല കുറെ ഫ്രണ്ട്സ്, അവരുടെ എക്സ്പീരിയൻസ്. അപ്പൊ ആ ചുറ്റുവട്ടത്താണ് നമ്മൾ വളർന്നത്. ഇപ്പൊ ഞാനൊക്കെ +2 കഴിഞ്ഞിട്ട് എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്തിട്ട് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ചെന്നപ്പോഴത്തേക്ക്, ഈവൻ ടു ബി ഫ്രാങ്ക്, വളരെ ഓപ്പൺ ആയിട്ട് പറയാം, ഈവൻ നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ ഒന്ന് സംസാരിക്കാൻ പോലും, ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാനുള്ള കോൺഫിഡൻസ് പോലും ഇല്ലായിരുന്നു. പക്ഷെ എന്റെ എഞ്ചിനീയറിംഗിന് എന്റെ കൂടെ പഠിച്ച എന്റെ സുഹൃത്തുക്കൾ, എസ്പെഷ്യലി നമ്മുടെ ചില NRI ഫ്രണ്ട്സ് ഉണ്ടായിരുന്നേ, എനിക്കിപ്പോഴും അവരെയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. എന്റെ ഏറ്റവും അടുത്ത എന്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ എന്റെ ഫ്രണ്ട്സ്, അവരെ പറ്റി പറയാനാണ് തന്നെ ഒരുപാടുണ്ട്. അപ്പൊ ഇപ്പൊ അതൊന്നും പറയാൻ ഞാൻ നിൽക്കുന്നില്ല. പക്ഷെ അവരുടെ ഒക്കെ സഹായം കൊണ്ടാണ് ഞാനൊക്കെ ആ കോളേജിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മോൾഡ് ചെയ്ത് 10 പേരുടെ മുമ്പ് ഇറങ്ങി നിന്ന് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് എങ്കിലും എനിക്ക് കിട്ടിയത്. എനിക്ക് അതാണ് എന്റെ കോളേജിൽ നിന്ന് കിട്ടിയത്, വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ചിലർ പറയും ഹാർഡ് വർക്ക് വേണ്ട, സ്മാർട്ട് വർക്ക് വേണമെന്ന്. ചുമ്മാതാ. ആദ്യം വേണ്ടത് ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്ക് ചെയ്ത് സബ്ജക്റ്റും പ്രോപ്പറായിട്ട് പഠിച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയി, സബ്ജക്റ്റും കോൺസെപ്റ്റും നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങൾ സ്മാർട്ട് വർക്ക് തുടങ്ങി ഒരു കുഴപ്പമില്ല. പക്ഷെ ആദ്യം ഹാർഡ് വർക്ക് തന്നെയാണ് വേണ്ടത്. കഷ്ടപ്പെടാതെ ആർക്ക് എൻട്രൻസ് കിട്ടുന്നത്. അപ്പൊ കഷ്ടപ്പെടാനുള്ള മനസ്സ് വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ നിങ്ങളോട് ഒരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ഡോക്ടർ ആവാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ആലോചിക്കുക. ഒരു ഡോക്ടർ ആവാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? അത് ചിന്തിക്കേണ്ട കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ അതൊന്നും പറഞ്ഞ് സംസാരിച്ച് നമ്മുടെ സമയം കളയുന്നില്ല. സോ നമുക്ക്, നിങ്ങൾ തമ്പനയില് കണ്ട പോലെ +1 ഫിസിക്സില് ഏതൊക്കെ ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. +2 ഫിസിക്സിലെ പാർട്ട് 1 ടെക്സ്റ്റില് ഏതൊക്കെ ചാപ്റ്ററിന് വെയിറ്റേജ് കൊടുക്കണം, ഏതൊക്കെ ടോപ്പിക്കിന് വെയിറ്റേജ് കൊടുക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് ഏതൊക്കെ ചാപ്റ്റർ ആണ് നിങ്ങൾ ഇനി ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കേണ്ടത്. ഇനി അങ്ങോട്ട് 90 ദിവസമേ ഉള്ളൂ. ഇന്ന് ഫെബ്രുവരി 2 അപ്പൊ ഈ മാസം ഇനി 26 ദിവസമേ ഉള്ളൂ. അടുത്ത മാസം മാർച്ച് 31 ദിവസം, അതിന്റെ തൊട്ടടുത്ത മാസം 30 ദിവസം, അത് കഴിഞ്ഞ് മെയ്യിൽ ഒരു 3 ദിവസം കൂടെ കിട്ടും. ഓൺ ആൻ ആവറേജ് 90 ഡേയ്സ് ഉണ്ട്. ഈ 90 ദിവസത്തിൽ നിങ്ങൾ ഇനിയും ഞാൻ പറയുന്ന ഈ ടോപ്പിക്കേ പഠിക്കാവൂ, ഇത് തന്നെ പഠിക്കണം എന്നല്ല, ഇതെങ്കിലും പഠിക്കണം എന്നാ പറയുന്നത്. അപ്പൊ അതെന്തായാലും നിങ്ങൾ പഠിക്കണം, വളരെ സീരിയസ് ആയിട്ട് പഠിക്കണം. പിന്നെ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാർ ഒരു ആവറേജ് കുട്ടിയും ഒരു എബോവ് ആവറേജ് കുട്ടിയും തമ്മിൽ പഠനത്തിന്റെ ശൈലിയിൽ എന്തെങ്കിലും ഈ ആവറേജും എബോവ് ആവറേജും ഒന്നും ഇല്ല. എല്ലാവരും എബോവ് ആവറേജ്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ ചിലര് നല്ല മാർക്ക്, ഇപ്പോഴേ നമ്മൾ ചില മോഡൽ എക്സാം എഴുതുമ്പോഴും നമ്മുടെ സ്കൂളിലും ഒക്കെ പഠിക്കുന്ന ചിലര് നമ്മളെക്കാൾ ഒരു പഠിക്കല്ലായിരിക്കും, ചിലപ്പോൾ ഒരുപാട് ദൂരേക്ക് അവർ മാർക്ക് വാങ്ങുന്നുണ്ടാവും. ഇപ്പൊ ചിലർക്ക് 720 650+ കിട്ടുന്നവരാണ് കൺസിസ്റ്റന്റ് ആയിട്ട്. നമ്മൾ ചിലർക്ക് ചിലപ്പം 400 മാർക്കേ കിട്ടുന്നുള്ളായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ റീസൺ നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് അവർ പഠിച്ചു തുടങ്ങിയിരുന്നു. നിങ്ങൾ കാണുന്നതിന് മുമ്പേ കുറെ ക്വസ്റ്റ്യൻസ് അവർ കണ്ടിരുന്നു. അവർ ഈ പാറ്റേണുമായിട്ട് ഫെമിലിയർ ആയതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളെക്കാളും ബുദ്ധി കൂടിയിട്ടല്ല. അപ്പൊ നമ്മൾ ആ ഫെമിലാരിറ്റിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ അവൻ 10 മണിക്കൂർ പഠിച്ചാൽ നമ്മൾ 15 മണിക്കൂർ പഠിക്കണം. അതിനാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പം നമ്മുടെ +2 പാർട്ട് 1 ടെക്സ്റ്റിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തതാണ് +1 പാർട്ട് 1ന്റെ ഒരു വീഡിയോ ചെയ്യാമോ. +1 പാർട്ട് 1ന്റെ എന്തായാലും ചെയ്യും. കാര്യം എന്താ, +2 പാർട്ട് 1ന്റെ ഇമ്പോർട്ടൻസ് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് +2 പാർട്ട് 1 കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻസ് ഉള്ളത് +1 പാർട്ട് 1നാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. സോ നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകൾ മിനിമം എങ്കിലും പഠിക്കണം. ഓക്കെ, ഇവിടെ നോക്കിക്കേ. പാർട്ട് 1ന്റെ ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഫിസിക്കൽ വേൾഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറില്ല. ഞാൻ എല്ലാം ലൈൻ ബൈ ലൈൻ ഇരുന്ന് പറയുന്നില്ല, പെട്ടെന്ന് ഇത് തീർക്കാം നമുക്ക്. കാര്യം നമുക്ക് ഇനി പഠിക്കാനൊക്കെ ഉള്ള സമയമുള്ളൂ. പക്ഷെ ഇത് കുട്ടികൾ ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് പോലും.
യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിന് നിങ്ങൾക്ക് നല്ല വെയിറ്റേജ് കൊടുക്കാം. കാര്യം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്ക്, 2020 തൊട്ട് 24 വരെ എടുത്താൽ 23 ഒഴിച്ച് ബാക്കി എല്ലാ വർഷവും 3 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. സോ വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിന് വെരി ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് കഴിഞ്ഞാൽ ഈ അനാലിസിസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും റൊട്ടേഷണൽ മോഷൻ ആണ് അടുത്ത ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അടുത്ത ചാപ്റ്റർ ആണ് റൊട്ടേഷണൽ മോഷൻ. അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഗ്രാവിറ്റേഷനാ. അത് കഴിഞ്ഞ് ഈവൻ ലോസ് ഓഫ് മോഷൻ പോലും വരത്തുള്ളൂ. 2023 മാത്രമാണ് 3 ക്വസ്റ്റ്യൻ ചോദിച്ചത്. ബാക്കി എല്ലാ വർഷവും ഓരോ ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഉറപ്പായിട്ടും ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ ആർക്ക് കൊടുക്കുക? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. കാരണം എന്താ? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് കമ്പാരിറ്റീവ്ലി പഠിക്കാൻ എളുപ്പമാണ്. അപ്പൊ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഫസ്റ്റ് പ്രയോറിറ്റി. അത് പഠിക്കാതെ എൻട്രൻസ് എക്സാം ഹാളിൽ പോകരുത്. ക്ലിയർ? അടുത്തത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷൻ. അത് കഴിഞ്ഞ് ഗ്രാവിറ്റേഷന് കൊടുക്കുക. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. പറയാൻ എളുപ്പമോ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ പഠിച്ചാൽ മതി എന്ന്. പക്ഷെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ പഠിക്കണമെങ്കിൽ ലോസ് ഓഫ് മോഷനും വർക്ക് എനർജിയും അറിയണം എന്നത് ലോക സത്യമാണ്. ലോസ് ഓഫ് മോഷനും വർക്ക് എനർജിയും പഠിക്കാതെ ഗ്രാവിറ്റേഷൻ ആർക്കും പഠിക്കാൻ പറ്റത്തില്ല. പറ്റും, കാണാതെ പഠിക്കാൻ പറ്റുമായിരിക്കും, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ പറ്റത്തില്ല. എൻട്രൻസിന്റെ ക്വസ്റ്റ്യനിലേക്ക് ഒരു കുട്ടി പോകണമെങ്കിൽ ഉറപ്പാണ് അവൻ ഈ 2 ചാപ്റ്റർ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. സോ ഈ ടെക്സ്റ്റ് മൊത്തത്തിൽ ഭയങ്കര പ്രയോറിറ്റിയാണ്. ഫിസിക്കൽ വേൾഡ് എടുത്ത് മാറ്റിക്കും, ബാക്കി എല്ലാവരെയും പഠിക്കണം. പക്ഷെ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. നമ്മൾ ഈ പ്രയോറിറ്റി പറയുന്നത് എന്തിനാ? ഇപ്പൊ ചോദിക്കും, ഇതിപ്പോ എല്ലാം പഠിക്കണം, ഇതാണോ തന്റെ പ്രയോറിറ്റി എന്ന് ചിലർ ചിന്തിക്കുക. അല്ല. അപ്പൊ പ്രയോറിറ്റി ചെയ്യുമ്പം നിങ്ങൾക്ക് ഇനിയും പഠിക്കാൻ 10 ദിവസമാണ് ഉള്ളതെങ്കിൽ കൂടുതൽ ദിവസം ഇതിനും കൂടുതൽ ദിവസം ഇവനും കൊടുക്കാന്നാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക് കുറച്ചുകൂടെ ഒരു മോഡറേറ്റ് ലെവലിലുള്ള സമയം കൊടുത്താൽ മതി, മറ്റതിന് കൂടുതൽ സമയം കൊടുക്കുക. ക്ലിയർ? ഇനി അതിൽ നിന്ന് ടോപ്പിക്ക് നിങ്ങൾ നോക്കിക്കേ. 2020 തൊട്ട് 24 വരെ ഇതിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ഏരിയ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഓരോ വർഷവും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതില് ഈ ഫൈൻഡിങ് ഡയമെൻഷൻ എന്ന് വെച്ചാൽ അതിൽ തന്നെ 2024 എനിക്ക് വന്ന 2 ക്വസ്റ്റ്യൻ എന്തോ ചോദിച്ചത്. അതായത് ഏതെങ്കിലും ഒരു വാല്യൂവിന്റെ ഡയമെൻഷൻ കാണാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനമുണ്ട്. ഇപ്പം ഹീറ്റ് കപ്പാസിറ്റി എന്ന് മാത്രമല്ല, ഈവൻ കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ്, അങ്ങനെ പല കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്ന നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില വാല്യൂസ് ഉണ്ട്. ഇതിന്റെയൊക്കെ ഡയമെൻഷൻ കാണാൻ കയറി അങ്ങ് ചോദിച്ചു കളയും. അപ്പം ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. അതേപോലെ വെർനിയർ കാലിപ്പർ, സ്ക്രൂ ഗേജ് നിങ്ങൾക്ക് അറിയാലോ, അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഏരിയാസിന് നിങ്ങൾ ഇപ്പൊ എറേഴ്സ് ഇപ്പൊ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഈ ഡയമെൻഷൻ അനാലിസിസ്, സ്ക്രൂ ഗേജ്, വെർനിയർ കാലിപ്പർ, അതുപോലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, ഇങ്ങനത്തെ സാധനത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഈ ചാപ്റ്ററിൽ കൊടുക്കുക. അടുത്ത മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിലേക്ക് വരുമ്പോൾ മോഷൻ അണ്ടർ ഫ്രീ ഫോൾ, അതുപോലെ ഗ്രാഫ്, വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഗ്രാഫ്, മോഷൻ അണ്ടർ ഫ്രീ ഫോൾ, പിന്നെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ത് സെക്കൻഡ് ആക്സിലറേറ്റഡ് മോഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ ആക്സിലറേറ്റഡ് മോഷൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീ ഫോൾ അല്ലെങ്കിൽ കൈനമാറ്റിക് ഇക്വേഷനിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഇത് കൈനമാറ്റിക് ഇക്വേഷനിൽ നിന്ന് വരുന്ന ഏരിയ ആണ്. അപ്പൊ കൈനമാറ്റിക് ഇക്വേഷന്റെ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാതെ പറ്റുമോ? S = ut + ½ v = ½ at² v = u + at. ഇതൊക്കെ പഠിക്കാതെ പറ്റുമോ? ഇല്ല, പഠിക്കണം. അതിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. ഫ്രീ ഫോളിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ പോകണ്ടാന്നേ. അപ്പൊ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ആ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ ഗ്രാഫ്, വെരി ഇമ്പോർട്ടന്റ്. ഗ്രാഫിന്റെ സ്റ്റഡി. അപ്പൊ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്കറിയാം വെക്ടറും റിലേറ്റീവ് മോഷനും, എസ്പെഷ്യലി എൻട്രൻസിന് റിപ്പീറ്റർ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണോ റിലേറ്റീവ് മോഷനിൽ തന്നെ റെയിൻമാൻ പ്രോബ്ലം പിന്നെയും പിള്ളേർ ഓക്കെ ആക്കും. റിവർ ബോട്ട് പ്രോബ്ലം ആകെ ടെൻഷൻ അടിച്ച് പഠിച്ച് കോളമാക്കി വെക്കാറുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരൊറ്റ വർഷം പോലും അത് ചോദിച്ചിട്ടില്ല. അത് പഠിക്കാതെ ടെൻഷൻ അടിച്ച് അയ്യോ എനിക്ക് ആ ചാപ്റ്ററിൽ നിന്നൊന്നും അറിയത്തില്ല, ഒരൊറ്റ വർഷം പോലും ചോദിച്ചിട്ടില്ല. നിർഭാഗ്യവശാൽ 2021, 22, പിന്നെ എനിക്ക് തോന്നുന്നു 23, ഈ 3 വർഷവും ഒബ്ലിക് പ്രൊജക്ടൈൽ മോഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്നും കരുതി ഈ വർഷം റിലേറ്റീവിൽ നിന്ന് ചോദിക്കില്ലെന്നല്ല. പക്ഷെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒബ്ലിക് പ്രൊജക്ടൈല്, അതേപോലെ പ്രൊജക്ടൈൽ മോഷൻ, ജനറലി പ്രൊജക്ടൈൽ മോഷൻ, പിന്നെ സർക്കുലർ മോഷൻ, ഇത് വെക്ടറിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഏരിയക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് കഴിഞ്ഞ് റെയിൻമാൻ, റിവർ ബോട്ട് പ്രോബ്ലം കൂടി പഠിച്ചു വെക്കുക. ലോസ് ഓഫ് മോഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പുള്ളി സിസ്റ്റം പലതവണ കണക്റ്റഡ് ബോഡീസും പുള്ളി സിസ്റ്റവും ചോദിച്ചിട്ടുണ്ട്. ഇമ്പൾസ്, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, പിന്നെ ഫ്രിക്ഷൻ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കൺസർവേഷൻ ഓഫ് മൊമെന്റവും ഫ്രിക്ഷനും പുള്ളി സിസ്റ്റവും കണക്റ്റഡ് ബോഡി, അതുപോലെ ലിഫ്റ്റ്, മങ്കി പ്രോബ്ലം, ഇത് പഠിക്കാതെ നമുക്ക് ആ ചാപ്റ്റർ പഠിച്ചു എന്ന് പറയാൻ പറ്റുമോ? ചാപ്റ്റർ ഞാൻ എല്ലാം തികഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? അപ്പം ആ ചാപ്റ്ററിൽ ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട ഏരിയാസ് ആണ് ഇതൊക്കെ. അതിന് പ്രയോറിറ്റി കൊടുക്കുക. എസ്പെഷ്യലി കണക്റ്റഡ് സിസ്റ്റം, പുള്ളി സിസ്റ്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. പിന്നെ അതുപോലെ
നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തതും എന്നാൽ അവർ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇമ്പൾസ് മൊമെന്റം. ആ ഇമ്പൾസ് മൊമെന്റം തിയറം ഒക്കെ വരുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ പോർഷനിൽ നിന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പ്രയോറിറ്റി കൊടുക്കുക. ഈ വർഷം നമുക്ക് മങ്കി പ്രോബ്ലത്തിൽ നിന്നോ ലിഫ്റ്റിൽ നിന്നോ ക്വസ്റ്റ്യൻ ചോദിക്കാം, എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങ് പ്രാക്ടീസ് ചെയ്താൽ മതി. നമ്മുടെ വൺ ഷോട്ട് സീരീസിൽ ഞാൻ വൺ ഷോട്ട് സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇപ്പൊ ഇടുന്നുണ്ട്. അപ്പൊ ആ വൺ ഷോട്ട് സീരീസ് എല്ലാവരോടും ഞാൻ പറയുന്നു, വൺ ഷോട്ട് സീരീസ് അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ എടുത്ത ക്ലാസ് ആയതുകൊണ്ട് പറയല്ല, ആത്മാർത്ഥമായിട്ടാ പല ക്ലാസ്സുകളും എടുത്തിരിക്കും. പല ക്ലാസ്സല്ല, എല്ലാ ക്ലാസ്സും ഇപ്പൊ എടുത്തിരിക്കുന്നത്. നാളെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എനിക്ക് തോന്നി ഇപ്പൊ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നാളെ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഫസ്റ്റ് വീഡിയോ വീഴും, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം പറയുന്നുണ്ട്. അപ്പം ലോസ് ഓഫ് മോഷന്റെ വൺ ഷോട്ട് വരുമ്പോൾ ഈ ടോപ്പിക് ഒക്കെ എന്തായാലും അതിനകത്ത് ഉണ്ടാവും. ക്ലിയർ. അടുത്തത് വർക്ക് എനർജിയിൽ യൂണിറ്റ് കൺവേർഷൻ, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. പവറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ, പവറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കൊളീഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക, മറ്റേ സ്പ്രിംഗ് റിലേറ്റഡ് പ്രോബ്ലം, അതുപോലെ കൺസർവേഷൻ ഓഫ് എനർജി, ഇതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ഇതൊക്കെ പഠിച്ചെടുക്കാവുന്ന കൺസെപ്റ്റുകളാണ്. കൺസെപ്റ്റ് പഠിക്കുക, ശ്രദ്ധിക്കണം, പഠിക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കൺസെപ്റ്റ് പഠിക്കുക, ആ കൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി അതിന്റെ ഇക്വേഷൻസ് എല്ലാം മനസ്സിലേക്ക് ഇറക്കുക, അതിനെ റിലേറ്റ് ചെയ്യുന്ന അസോസിയേറ്റ് ചെയ്യുന്ന മിനിമം 5 ക്വസ്റ്റ്യൻ എങ്കിലും പ്രാക്ടീസ് ചെയ്യുക. ക്ലിയർ. ടെൻഷൻ ആവണ്ട. അടുത്തത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, റൊട്ടേഷനിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ, റൊട്ടേഷനിൽ നിങ്ങൾക്ക് അറിയാലോ. സത്യം പറഞ്ഞ ഈ റൊട്ടേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത്, ആ ചാപ്റ്ററിൽ നിന്ന് എന്തും, അതായത് എല്ലായിടത്തും നിന്ന് ചോദിക്കുക പല വർഷങ്ങളിലായിട്ട്. ഒരു വർഷം ടോർക്കിൽ നിന്ന് ചോദിച്ചാൽ വേറൊരു വർഷം മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് ചോദിക്കും, വേറൊരു വർഷം മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് ചോദിച്ചാൽ അടുത്ത വർഷം സെന്റർ ഓഫ് മാസ് എന്ന് ചോദിക്കും, അടുത്ത വർഷം സെന്റർ ഓഫ് മാസ് എന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത വർഷം ആംഗുലാർ മൊമെന്റത്തിൽ നിന്നായിരിക്കും. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ഏരിയ എന്ന് എടുത്ത് വെച്ച് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നോക്ക്, ടോർക്ക് ചോദിച്ചു, സെന്റർ ഓഫ് മാസ് ചോദിച്ചു, രണ്ട് ഏരിയ, ഡിഫറന്റ് ഏരിയ. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ചോദിച്ചു. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ടോർക്കിന്റെ കാര്യങ്ങളൊക്കെ കയറി വരുന്നു. സെന്റർ ഓഫ് മാസ്, ഷിഫ്റ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് ക്വസ്റ്റ്യൻ വന്നു. ആംഗുലർ ആക്സിലറേഷൻ, അതിലെ തന്നെ റൊട്ടേഷന്റെ കോൺസെപ്റ്റിലേക്ക് എത്തി. റേഡിയസ് ഓഫ് ഗൈറേഷൻ നമ്മൾ സെന്റർ ഓഫ് മാസ് ആണ്, അഗൈൻ സെന്റർ ഓഫ് മാസ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുമ്പോൾ സെന്റർ ഓഫ് മാസ് അല്ല, മൊമെന്റ് ഓഫ് ഇനർഷ്യയിൽ എത്തുന്ന സാധനമാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇതെല്ലാം കണക്റ്റഡ് ആണ്. നിങ്ങൾക്കറിയാം ആ ചാപ്റ്റർ മെയിൻ ആയിട്ട് 4 നമുക്ക് ഡിവൈഡ് ചെയ്യാം. റൊട്ടേഷനെ നമുക്ക് മെയിൻ ആയിട്ട് 4 ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ പോർഷനിൽ നമ്മൾ ആദ്യം സെന്റർ ഓഫ് മാസ് പഠിക്കും, രണ്ടാമത്തെ പോർഷനിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ പഠിക്കും, മൂന്നാമത്തെ പോർഷനിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ടോർക്ക്, ആംഗുലാർ മൊമെന്റം, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിന്റെ ഏരിയ ഒക്കെ കയറി വരും. പിന്നെ ആൽഫ, തീറ്റ, ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കയറി വരുന്ന ഒരു ഏരിയ കയറി വരും. ആൻഡ് ഫൈനലി റോളിംഗ് മോഷൻ കയറി വരും. റോളിംഗ് മോഷൻ ഇന്ന് ബേസിക് ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ തവണ ചോദിച്ചത്, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഇത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ സാറിങ്ങനെ പറഞ്ഞാൽ മതി മക്കളെ. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെയും സെന്റർ ഓഫ് മാസിന്റെയും അത് പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, സെന്റർ ഓഫ് മാസിന്റെ ഷിഫ്റ്റ്, ഈ പറഞ്ഞതിലെ പല ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ബൂസ്റ്റർ സീരീസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വൺ ഷോട്ട് സീരീസ് ആവുമ്പോഴും വരും. നിങ്ങൾ അതൊക്കെ ഒന്ന് വൃത്തിക്ക് പഠിക്കാനുള്ള മനസ്സ് കാണിക്കുക. ഗ്രാവിറ്റേഷനും അടിപൊളി ഒരു ചാപ്റ്റർ ആണ്. ഗ്രാവിറ്റേഷൻ നല്ല കൺസെപ്റ്റ് ഉള്ള ചാപ്റ്റർ ആണ്. ഗ്രാവിറ്റേഷൻ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഗ്രാവിറ്റേഷൻ ഈസി ആയിട്ട് പഠിക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഹംബിൾ റിക്വസ്റ്റ് ആണ്. ഗ്രാവിറ്റേഷൻ നല്ല ഗ്രാവിറ്റേഷൻ പുഷ്പം പറിക്കുന്നത് പോലെ അങ്ങനെ തന്നെയല്ലേ? പറ്റും, പഠിക്കാൻ പറ്റും. എങ്ങനെയാ? വർക്ക് എനർജി അറിയാം. വർക്ക് എനർജി അറിയണം. വർക്ക് എനർജി അറിഞ്ഞാൽ ഗ്രാവിറ്റേഷൻ പഠിക്കാൻ സ്മൂത്ത് ആണ്. ഗ്രാവിറ്റേഷൻ പഠിച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കാൻ അടിപൊളിയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 and 2 പഠിക്കാൻ ഭയങ്കര ഈസി ആവും ഗ്രാവിറ്റേഷൻ പഠിച്ചു കഴിഞ്ഞാൽ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക്സ് ആൻഡ് മാറ്റർ പഠിക്കാൻ ഭയങ്കര ഈസിയാണ്. ചാപ്റ്റർ എല്ലാം കണക്റ്റഡാ, വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ ഈ പറയുന്നത് തെറ്റാന്ന് ആരും പറയില്ല, സത്യമാണ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, അതുപോലെ വേരിയേഷൻ ഓഫ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഡ്യൂ ടു ഹൈറ്റ്, ഇതൊക്കെ ചെറുപ്പകാലം തൊട്ട് പഠിക്കുക. എസ്കേപ്പ് വെലോസിറ്റി, ഇതൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് പഠിക്കുന്ന സാധനങ്ങളാണ്. എനിക്ക് തോന്നുന്നു സാറ്റലൈറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, എസ്കേപ്പ് വെലോസിറ്റി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞൊരു ടേം പഠിക്കാതെ ഗ്രാവിറ്റേഷൻ തീർക്കാൻ പറ്റുമോ? സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് പഠിക്കാതെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ പറ്റുമോ? ആ ചാപ്റ്റർ തീർന്ന് പറയാൻ പറ്റും. വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ഓക്കെ, ഇനിയും വാട്ട് വി ക്യാൻ എക്സ്പെക്ട് ഇൻ 2025 മെയ്, അതായത് മിനിമം നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ട് പോകണമെന്ന് പറയുകയാണെങ്കിൽ ഒന്നുമില്ല, നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളിൽ നോക്കുക. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ ഇത്രയും ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ കൊടുത്ത ടോപ്പിക്കിന് ഏറ്റവും വെയിറ്റേജ് ഉണ്ട്. അപ്പൊ എന്താണ്? ടു ഫൈൻഡ് ഡയമെൻഷൻ. നോക്കിക്കേ, എക്സാമ്പിൾ ലേറ്റന്റ് ഹീറ്റ്, പെർമിബിലിറ്റി, ഇതൊക്കെ കൊടുത്ത എന്തിനാ? ഇതിന്റെയൊക്കെ വാല്യൂ ഇച്ചിരി ഡിഫിക്കൽട്ടായി ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചതാണ്. അപ്പൊ ഇതൊക്കെ ചെയ്ത് പഠിക്കുക. സിഗ്നിഫിക്കന്റ് ഫിഗർ, വെർനിയർ, സ്ക്രൂ ഗേജ് പഠിക്കുക.
ഓക്കെ. ഇനി ഇവിടെ വന്നപ്പോ കണ്ടോ കുറച്ച് വെള്ളയുണ്ട് കുറച്ച് മഞ്ഞയുണ്ട്. എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച വെയിറ്റേജ് ഉള്ള ടോപ്പിക്കും റൈറ്റ് സൈഡിൽ കൊടുക്കുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട് ചോദിക്കാത്ത ടോപ്പിക്കുവാ. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞില്ലായിരുന്നു റിലേറ്റീവ് മോഷൻ ഇൻ വണ്ടി, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ഒന്നും ചോദിച്ചില്ലായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഏരിയ ആണ്. ആവറേജ് സ്പീഡ്, ആക്സലറേഷൻ, ഇക്വേഷൻ ഓഫ് മോഷൻ 5 എണ്ണം ഉണ്ട്, ഗ്രാഫ്, അതുപോലെ മോഷൻ അണ്ടർ ഗ്രാവിറ്റി. ഇത് പഠിക്കണം. പ്ലസ് നിങ്ങൾ ഇത് അതിനകത്ത് ആഡ് ഓൺ ചെയ്യണം. ഇത് എഡ്യൂക്കേറ്റർ ലേണിംഗ് നിങ്ങളോട് പറയുന്ന കാര്യമാണ്. ഇതിന്റെ കൂടെ നിങ്ങൾ ഇതുകൂടെ ആഡ് ഓൺ ചെയ്യണം. അതേപോലെ തന്നെ മോഷൻ ഇൻ എ പ്ലെയിനിലേക്ക് വന്നാൽ കഴിഞ്ഞ വർഷം വെക്ടറിൽ നിന്ന് ചെറിയൊരു ക്വസ്റ്റ്യൻ, കഴിഞ്ഞ മുമ്പത്തെ വർഷം വെക്ടറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഒബ്ലിക് പ്രൊജക്ടൈൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നു. സർക്കുലർ മോഷൻ നിന്ന് ക്വസ്റ്റ്യൻ വന്നു. പക്ഷെ റിലേറ്റീവ് മോഷൻ ഇൻ 2D, അതായത് റെയിൻമാൻ റിവർ ബോട്ടിൽ നിന്ന് ചോദിച്ചില്ല. പക്ഷെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ ഇതുവരെ ചോദിച്ചിട്ടില്ല കഴിഞ്ഞ 5 വർഷമായിട്ട്. നമ്മൾ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്നു. നമ്മൾ ഈ വർഷം ഹൊറിസോണ്ടൽ പ്രൊജക്റ്റിൽ നിന്ന് അങ്ങ് എക്സ്പെക്ട് ചെയ്യുന്നേ. അപ്പൊ ഉറപ്പായിട്ടും ഇത് പഠിക്കുക, പ്ലസ് ഇതുകൂടെ അതിനകത്ത് ഉൾപ്പെടുത്തുക. ഇപ്പൊ ചിലർക്ക് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യാം, സാറേ ഇതിപ്പോ ഫുൾ ടോപ്പിക് ആയല്ലോ. ഫുൾ ടോപ്പിക് ആയിട്ടില്ല മക്കളെ. അവിടെയാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണ. ഫുൾ ടോപ്പിക് പറയാനാണെങ്കിൽ ഇൻഡെപ്ത് എന്തൊക്കെ കാര്യങ്ങൾ പറയാം. പക്ഷെ മിനിമം ഈ ഒരു ഏരിയ പറ്റിയുള്ള ബേസിക് നോളജ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് MCQ പ്രാക്ടീസ് ചെയ്യണം. അതിനെ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ ധൈര്യത്തെ പറയും, വൺ ഷോട്ട് സീരീസ് പ്രോപ്പർ ആയിട്ട് കണ്ടോളാൻ. നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോഴത്തേക്ക് എല്ലാ ഏരിയയുടെയും വൺ ഷോട്ട് സീരീസ് എടുക്കുന്നതായിരിക്കും. എന്തായാലും വൺ ഷോട്ട് സീരീസ് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയിൽ ഒരു ചാപ്റ്റർ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ നീറ്റ് എക്സാം എഴുതുമ്പോഴത്തേക്ക് മുഴുവൻ ചാപ്റ്റർ തീർന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം, ഏറ്റവും വെയിറ്റേജ് ഉള്ള മുഴുവൻ ചാപ്റ്റർ തീർക്കാന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. തീർത്തിരിക്കും. പക്ഷെ ഏറ്റവും വെയിറ്റേജ് ഉള്ള 2 ടെക്സ്റ്റ് ഉണ്ട്. +1 പാർട്ട് 1, +2 പാർട്ട് 1. ഇത് രണ്ടും തീർത്തിരിക്കും, സുനിശ്ചിതം, ഉറപ്പ്, അത് തീരും. അടുത്തത് ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷന് പ്രീവിയസ് ഇയർ ചോദിച്ചത് ഇമ്പൾസ്, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, ബുള്ളറ്റ് പ്ലാങ്ക് പ്രോബ്ലം, കണക്റ്റഡ് ബോഡീസ്, പുള്ളി സിസ്റ്റം, ഫ്രിക്ഷൻ, ഈ ഒരു ഏരിയ എന്നൊക്കെയാണ് ചോദിച്ചത്. ഇതുവരെ ചോദിക്കാത്ത ഏരിയ ആണ്. ന്യൂട്ടന്റെ ലോസിൽ നിന്നൊന്നും ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ വെച്ചിട്ടൊക്കെ ഇനർഷ്യ ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം അവർക്ക്. പക്ഷെ അത് ചോദിച്ച് കണ്ടിട്ടില്ല, അത് പഠിക്കുക. അതുപോലെ ലിഫ്റ്റ് മങ്കി പ്രോബ്ലം, അതായത് മാൻ ഇൻസൈഡ്, അപ്പാരന്റ് വെയിറ്റ് ഓഫ് എ മാൻ ഇൻസൈഡ് എ ലിഫ്റ്റ്, പിന്നെ മങ്കി മൂവിങ് ഓൺ എ റോപ്പ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അത് ഇതുവരെ ചോദിച്ച് കണ്ടില്ല കഴിഞ്ഞ 5 വർഷമായിട്ട്. സോ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ ബാങ്കിങ് ഓഫ് റോഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സർക്കുലർ മോഷനും ഫ്രിക്ഷന്റെയും കൂടെ കോമ്പിനേഷൻ വരുന്ന ഒരു ഏരിയ ആണ് ബാങ്കിങ് ഓഫ് റോഡ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ബോർഡ് എക്സാമിനൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. വർക്ക് എനർജിയിലേക്ക് വരുമ്പോൾ വർക്ക് എനർജി തിയറം, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്, കൺസർവേഷൻ ഓഫ് എനർജി, പവർ, പൊളിഷനിൽ നിന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇതുവരെ വർക്ക് ഡൺ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ചോദിച്ചിട്ടില്ല. വർക്ക് എനർജി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ തുടക്കം തന്നെ വർക്കിലാണ് പഠിക്കുന്നത്. അതിൽ നിന്ന് ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല കഴിഞ്ഞ 5 കൊല്ലമായിട്ട്. സോ വി ക്യാൻ എക്സ്പെക്ട് ഫ്രം വർക്ക്. അതേപോലെ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ, ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ മാത്രം പഠിപ്പിക്കാൻ ഞാനൊക്കെ 2-3 മണിക്കൂർ എടുക്കാറുണ്ടായിരുന്നു. 3 അല്ല, അതിന് മുകളിൽ സമയം എടുക്കുമായിരുന്നു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ മര്യാദയ്ക്ക് കുട്ടികളിലേക്ക് എത്തിക്കാൻ. അത്രയും വലിയൊരു ടോപ്പിക്കാണത്. അപ്പൊ അത് വലിയൊരു ടോപ്പിക്കാണ്, നല്ലൊരു ടോപ്പിക്കാണ്. അപ്പൊ അതിലെല്ലാം ഒന്നും നീറ്റുകാർ പഠിക്കണ്ട. ഞാൻ ഈ 3-4 മണിക്കൂർ എടുക്കുന്നത് JEE പിള്ളേരെ പഠിപ്പിക്കുമ്പോഴാ. നീറ്റിന് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് വളരെ ബേസിക് ആയിട്ട് വെർട്ടിക്കൽ സർക്കുലർ മോഷന്റെ ബേസിക് കോൺസെപ്റ്റ്, ടെൻഷൻ മാക്സിമം എവിടെയാണ്, മിനിമം എവിടെയാണ്, ജനറൽ കണ്ടീഷൻ, തീറ്റ ആംഗിളിലുള്ള ടെൻഷൻ എത്ര, അതൊക്കെയുള്ള അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി വെർട്ടിക്കൽ സർക്കുലർ മോഷനിൽ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ ഒരു മഞ്ഞ പോലും ഇല്ല. കാര്യം എന്താ, ഒരുമാതിരിപ്പെട്ട ടോപ്പിക്കിൽ നിന്നെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതാ പറഞ്ഞത്, ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ടോപ്പിക്ക് പിക്ക് ചെയ്യാനില്ല. ഈ പറയുന്ന ടോപ്പിക്കുകൾ സെന്റർ ഓഫ് മാസിന്റെ ഷിഫ്റ്റിംഗ്, പിന്നെ റേഡിയസ് ഓഫ് ഗൈറേഷൻ, മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ റൊട്ടേഷണൽ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ആ ടെർമിനോളജീസ് ഒക്കെ കയറി വരുന്നു, ടോർക്ക്, റോളിംഗ് മോഷൻ, ഇതിന്റെ എല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള, അതായത് നിങ്ങളൊരു NCERT ലെവലിൽ നിന്ന് പഠിക്കുക, അല്ലാതെ എല്ലാ സ്പെഷ്യൽ കണ്ടീഷനും പഠിച്ചുകൊണ്ടിരിക്കാനല്ല. NCERT ലെവലിൽ നിൽക്കുന്ന കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഫൈനലി ഗ്രാവിറ്റേഷൻ ഇത്രയും ടോപ്പിക് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് അഡീഷണലി എടുക്കാൻ പറ്റുന്ന 2 ഏരിയ. കെപ്ലേഴ്സ് ലോ ചോദിക്കാത്ത എന്ത് എക്സാം ആണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കെപ്ലേഴ്സ് ലോ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതുപോലെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അത് ഫസ്റ്റ് പഠിക്കുന്ന ടോപ്പിക് അവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്. ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. സോ നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഈ ചാപ്റ്ററിൽ, അതായത് +1 പാർട്ട് 1 ഞാൻ കുറച്ച് നല്ല സ്പീഡിൽ ഒച്ച എടുത്തും ഒക്കെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾറെഡി ഞാനിപ്പോ ഒരു സെഷൻ കഴിഞ്ഞിട്ടിരിക്കുന്നതിന്റെ അണപ്പിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതൊന്നുമല്ല,
വെറുതെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് കുറെ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ബട്ട് സ്റ്റിൽ കഥ പറയാൻ തുടങ്ങിയാൽ ഞാനും വലിയ കഥ പറച്ചിലുകാരനൊക്കെയാണ്, പറഞ്ഞു പോകും. പക്ഷെ ഒത്തിരി പേര് കമന്റ് ചെയ്തു. പേഴ്സണലി ഞാൻ പാർട്ട് 1 +2 പാർട്ട് 1 ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കമന്റ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ റീസെന്റ് കുറെ പേര് നമ്മുടെ വാട്സാപ്പ് നമ്പർ എടുത്തിട്ട് പേഴ്സണലി നമ്മുടെ ഓഫീസിലെ നമ്പറോട് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു +1 പാർട്ട് 1 ഏറ്റവും വെയിറ്റേജ് ഉള്ള കുറച്ച് ടോപ്പിക്സ് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ അവർക്കൂടെ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിരുന്നു, അവർക്ക് ഞാൻ വാക്ക് കൊടുത്തിരുന്നു, ഞങ്ങള് ഉറപ്പായിട്ടും ഓരോരുത്തരോട് ഇങ്ങനെ ഇരുന്ന് പറയണ്ടല്ലോ. ആദ്യം വിളിച്ച 1-2 പേരോട് ഞാനിത് പറഞ്ഞു കൊടുത്തു. പക്ഷെ പിന്നെ വീണ്ടും ആൾക്കാർ കൂടുതൽ വിളികളും മെസ്സേജുകളും വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവർക്ക് എല്ലാവർക്കും മറുപടി കൊടുത്തു. നമുക്ക് ഉടനെ ഒരു വീഡിയോ ചെയ്യാം, എന്നിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കും ലിങ്ക് ഷെയർ ചെയ്ത് തരാം. അപ്പൊ അതൊന്ന് കണ്ട് മനസ്സിലാക്കണേന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇത് ഓൾമോസ്റ്റ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വളരെ കോൺഫിഡൻസോടെ ഇരിക്കുക. അല്ലാതെ നമ്മൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ലൈഫിലേക്ക് നടക്കും. സോ ബി പോസിറ്റീവ്, ബി കോൺഫിഡന്റ്, ലെറ്റ്സ് ലേൺ ടുഗെദർ, ലെറ്റ്സ് ഗ്രോ ടുഗെദർ. മക്കളെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നാളെ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ 1 ഷോട്ട് വീഴും. അടിപൊളിയായിട്ട് പോയി പഠിച്ചോണം കേട്ടോ. താങ്ക് യു സോ മച്ച്.